ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ പരുത്തിപ്പാറയിലുള്ള എംപയർ ഷോറൂമിൽ വെച്ചിട്ടാണ്. ഇതൊരു പുതിയ ഷോറൂമാണ്. നിങ്ങൾക്ക് ഈ ഷോറൂം വന്ന് ചെക്ക് ചെയ്യാം, ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്തിട്ട് ഫോൺ നമ്പറിൽ വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്ത് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു ഷോറൂം ടൂറോട് കൂടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ഷോറൂം ടൂർ കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി റോയൽ എൻഫീൽഡിൻ്റെയും പുതിയ മീറ്റീരിയോ 350 ആണ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു പുതിയ ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇമോഷനാണ്. അത് ആ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ആൻഡ് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഗൈസ്. സോ ഗൈസ്, ഇതാണ് ഇതിൻ്റെ സൗണ്ട്. റോയൽ എൻഫീൽഡിന് ഈ പുതിയ എൻജിൻ വഴി ആ പഴയ തമ്പിങ് സൗണ്ട് എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതെന്തായാലും ഇപ്പോൾ ഉള്ളതുപോലത്തെ BS6 സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ BS6 ക്ലാസിക് ബുള്ളറ്റിനെ കാട്ടിയും ഒരു തമ്പിങ് സൗണ്ട് എന്തായാലും ഇതിനുണ്ട്. സോ ഗൈസ്, ഡിസൈനിനെ കുറിച്ച് പറയുകയാണ്. റോയൽ എൻഫീൽഡ് ഇതിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്രൂസർ സെഗ്മെൻറ്റിലേക്കാണ്. ഈ സെഗ്മെൻറ്റിൽ റോയൽ എൻഫീൽഡിന് മുമ്പുണ്ടായിരുന്ന ലൈറ്റനിങ്, തണ്ടർബേർഡ് തുടങ്ങിയ മോഡലുകളുടെ ഒരു അഡ്വാൻസ് പതിപ്പാണ് മീറ്റീരിയോ 350 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സാമ്യത നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു അപ്ഡേറ്റഡ് വേർഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് റോയൽ എൻഫീൽഡ് മീറ്റീരിയോ 350യുടെ എൻജിൻ, ഷാസി അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെൻ്റ് എല്ലാം പുതുതായി ഡെവലപ്പ് ചെയ്തതാണ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരാം. റോയൽ എൻഫീൽഡ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു 349cc സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് 4 സ്ട്രോക്ക് BS6 എയർ കൂൾഡ് എൻജിനാണ്. ഈ എൻജിൻ അതിൻ്റെ പീക്ക് പവറായ 20.4 bhp 6100 RPMലും പീക്ക് ടോർക്കായ 27 Nm ടോർക്ക് 4000 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇനി ഇതിൻ്റെ ഷാസി ആൻഡ് സസ്പെൻഷനെ കുറിച്ച് പറയാം. റോയൽ എൻഫീൽഡ് ഇതിന് കൊടുത്തിരിക്കുന്നത് പുതുതായി ഡിസൈൻ ചെയ്ത ട്വിൻ ട്യൂബ് ഫ്രെയിമാണ്. മീറ്റീരിയോയുടെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 170 mm, വീൽ ബേസ് വന്നിട്ട് 1400 mm, സീറ്റ് ഹൈറ്റ് വന്നിട്ട് 756 mm ആണ്. റോയൽ എൻഫീൽഡ് ഇതിനു പുറമെ ഒരു ആക്സസറി സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും 20 mm സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ സാധിക്കും. മീറ്റീരിയോ 350യുടെ കർബ് വെയ്റ്റ് 183 kg ആണ്. ആൻഡ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 15 liters ആണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 41 mm ടെലസ്കോപ്പിക് ഷോക്ക് അബ്സോർബറും ബാക്ക് സൈഡിൽ വന്നിട്ട് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ട്വിൻ എമൾഷൻ ഷോക്ക് അബ്സോർബേഴ്സുമാണ്. ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 300 mm ഡിസ്കും ബാക്കിൽ 270 mm ഡിസ്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ്. ടയർസിൻ്റെ കാര്യം നോക്കുമ്പോൾ മീറ്റീരിയോ 350യിൽ വരുന്നത് അലോയ് വീൽസ് വിത്ത് ട്യൂബുലസ് ടയർസ് ആണ്. ഫ്രണ്ട് ടയർ വന്നിട്ട് 100/90 18 ഇഞ്ച് ടയറും റിയർ ടയർ വന്നിട്ട് 140/70 17 ഇഞ്ച് ടയറുമാണ്. ഇനി നമുക്ക് മീറ്റീരിയോ 350യുടെ മീറ്റർ കൺസോളും സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ച് പറയാം. റോയൽ എൻഫീൽഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പാർട്ട് ഡിജിറ്റൽ പാർട്ട് അനലോഗ് സ്പീഡോമീറ്ററാണ്.
ഇതിന് പുറമെ ഒരു നാവിഗേഷൻ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് പവർ ചെയ്യുന്ന റോയൽ എൻഫീൽഡ് ആപ്പ് വഴി നമുക്ക് സ്മാർട്ട് ഫോൺ മോട്ടോർ സൈക്കിളുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതുവഴി റൈഡറിന് ടേൺ ബൈ ടേൺ അസിസ്റ്റൻസ് ലഭിക്കുകയും ചെയ്യും. അഡീഷണലായി റോയൽ എൻഫീൽഡ് ഒരു USB പോർട്ട് സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ മീറ്റർ കൺസോൾ ക്രോം ഫിനിഷ് ചെയ്ത് ഒരു ക്ലാസിക് ടച്ച് നൽകിയിട്ടുണ്ട്. സ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ പക്ഷേ പുതുമയാർന്ന ഒരു റെട്രോ ഡിസൈനാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗുഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്നത് ക്രോം ഫിനിഷ് ചെയ്ത ക്ലാസിക് റൗണ്ട് മിറേഴ്സ് ആണ്. റോയൽ എൻഫീൽഡ് മീറ്റീരിയറിന് നൽകിയിരിക്കുന്നത് ക്ലാസിക് റൗണ്ട് ഹാലജൻ ഹെഡ്ലൈറ്റ്സും അതിന് മാച്ചിങ് ആയിട്ടുള്ള റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും ടൈലൈറ്റ്സുമാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് LED ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ ബൈക്കിന് നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കാൻ റോയൽ എൻഫീൽഡിന് സാധിച്ചിട്ടുണ്ട്. സീറ്റ് നോക്കുവാണെങ്കിൽ ക്രൂസർ ബൈക്കിലൊക്കെ കണ്ടുവരുന്നത് പോലത്തെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വൈഡ് കുഷ്യൻ സീറ്റാണ് മീറ്റിയോർ 350 റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കളർ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീറ്റിയോർ 350 7 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഇത് 3 വേരിയൻറ്റിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫയർബോൾ, സ്റ്റെല്ല, സൂപ്പർനോവ എന്നാണ് ഈ 3 വേരിയൻറ്റുകളുടെ പേര്. അവസാനമായിട്ട് നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൂടി നോക്കാം. ബേസ് മോഡലായ ഫയർബോളിന് 2,07,000 സ്റ്റെല്ലാറിന് 2.13 lakhs, ടോപ്പ് ഓഫ് ദി ലൈൻ മോഡലായ സൂപ്പർനോവയ്ക്ക് 2.24 lakhs വില വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് മീറ്റിയോർ 350യുടെ ഓവർവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. See you guys in the next one. Till then, this is Mithun saying ciao. Take care. Peace out guys. Thanks for watching guys. Please do subscribe to my channel.